നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ അകാലത്തിൽ നമ്മെ വേർപിരിഞ്ഞു പോയ സുപ്രസിദ്ധ സിനിമാ താരം മോനിഷയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാളിയുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയുള്ള സിനിമാ നടിയാണ് ശ്രീമതി മോനിഷ. മോനിഷ എന്ന് പറയുന്ന നടി മലയാളിയുടെ മനസ്സിലുള്ള ചില സങ്കല്പങ്ങൾക്ക് അവര് അഭിനയ ചാതുര്യതയുടെ മൂർത്തിമത് ഭാവമായിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, മറിച്ച് സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ മലയാളിയുടെ മനസ്സിലെ ഒരു മലയാളി ശാലീന സുന്ദരിയായ ഒരു മലയാളി സ്ത്രീയെക്കുറിച്ചുള്ള ചില കൺസെപ്റ്റുകൾ ഉള്ളിൽ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും. അതുമായി ഏറെക്കുറെ മാക്സിമം യോജിച്ചു പോകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീമതി മോനിഷ. കൂടി ഒരു ടിപ്പിക്കൽ മലയാളിയുടെ സങ്കല്പങ്ങളിലുള്ള ഒരു ശാലീന സൗന്ദര്യത്തിന്റെ വ്യക്തിത്വം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ആണെന്നും പെണ്ണെന്നും പ്രായഭേദമന്യേയും നമ്മൾ ഇന്നും മോനിഷയെ കുറിച്ച് ഓർക്കുന്നതും അവരെ ഇഷ്ടപ്പെടുന്നതും. 1986 തന്റെ ആദ്യ ചലച്ചിത്രമായ നഖക്ഷതങ്ങളുടെ അഭിനയത്തിന് ദേശീയ നടിക്കുള്ള അവാർഡ് നേടിയെടുക്കുമ്പോൾ അവരുടെ പ്രായം വെറും 15 വയസ്സ് മാത്രമായിരുന്നു. സത്യത്തില് വളരെ ശ്രദ്ധേയമായ ഒരു നേട്ടമായിരുന്നു. കാര്യം കേരളത്തില് ഇന്ന് വരെ ആ ബഹുമതി മറ്റാരും നേടിയിട്ടില്ല. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായത്തില് 15 വയസ്സിൽ മികച്ച ദേശീയ നടിക്കുള്ള അവാർഡ് നേടിയെടുത്ത നടിയായിരുന്നു ശ്രീമതി മോനിഷ. മോനിഷ 1971 മോനിഷ കേരളത്തിലെ കോഴിക്കോട്ടായിരുന്നു ജനനം. നാരായണൻ ഉണ്ണി, ശ്രീദേവി അമ്മ ഇവരായിരുന്നു മാതാപിതാക്കൾ. ഒരു സഹോദരനുണ്ട്, സജിത്ത്. അച്ഛൻ ഉണ്ണിക്ക് ബാംഗ്ലൂരിൽ തുകൽ വ്യവസായമായിരുന്നു. അതുകൊണ്ട് തന്നെ മോനിഷയുടെ ബാല്യം ബാംഗ്ലൂർ തന്നെ ആയിരുന്നു. നർത്തകി കൂടായിരുന്ന അമ്മയിൽ നിന്നായിരുന്നു ശ്രീദേവി. അവര് ഇപ്പോൾ സിനിമയിലൊക്കെ ഉണ്ട്. അവരിൽ നിന്നാണ് നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. 9 വയസ്സുള്ളപ്പോൾ നൃത്തത്തിൽ അരങ്ങേറ്റം കുറിക്കുകയും 1985 കർണാടക ഗവൺമെന്റിന്റെ ഭരതനാട്യ കൗശിക് അവാർഡ് എന്ന് പറയുന്ന കർണാടക സർക്കാരിന്റെ അത് കരസ്ഥമാക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു മോനിഷ. ബാംഗ്ലൂരിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂളും കോളേജും ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. തുടർന്ന് മൗണ്ട് കാർമൽ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം ലഭിച്ചു. പ്രശസ്ത സിനിമയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് അക്കാലത്ത് പ്രസിദ്ധനായ തിരക്കഥാകൃത്തുമായ MT വാസുദേവൻ നായർ മോനിഷയുടെ അച്ഛന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്. തന്റെ ചിത്രമായ നഖക്ഷതങ്ങൾ, നഖക്ഷതങ്ങൾ എന്ന കഥയ്ക്ക് അനുസൃതമായ ഒരു നടിയെ മനസ്സിൽ കണ്ടെത്തിയത് മോനിഷയായിരുന്നു. ആദ്യം മോനിഷയുടെ വീട്ടുകാര് അതിനോട് അനുഭാവപൂർവം ആയ പരിഗണന അല്ലായിരുന്നെങ്കിൽ പോലും MTയുടെ സ്നേഹപൂർവമായ നിർദ്ദേശത്തിനനുസരിച്ച് നായികയായിട്ട് വിടുകയായിരുന്നു. നായകനായിട്ട് എനിക്ക് തോന്നുന്നു വിനീതായിരുന്നു. അത് ത്രികോണ പ്രണയത്തിന്റെ കഥയായിരുന്നു. ഹരിഹര ാണ് സംവിധാനം ചെയ്തത്. അപ്പം ഈ കുടുംബ സുഹൃത്ത് തന്നെ ആയതുകൊണ്ടാണ് അദ്ദേഹം മോനിഷയുടെ അച്ഛൻ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനത്തിന് അനുവദിച്ചത്. അപ്പോ 1986 നഖക്ഷരങ്ങൾ ആദ്യ ചിത്രമായിട്ട് മോനിഷയുടേത്
തുടർന്ന് ഋതുഭേദങ്ങള്, നക്ഷത്രങ്ങൾ, സ്വയംസന്ധ്യ, ആര്യൻ, അധിപൻ, കുറുപ്പിന്റെ കണക്ക് പുസ്തകം, പെരുന്തച്ചൻ, വേനൽക്കിനാവുകൾ, തലസ്ഥാനം, കുടുംബസമേതം, കമലദളം, ചമ്പക്കുളം തച്ചൻ, ചെപ്പടി വിദ്യ തുടങ്ങി 25ഓളം സിനിമകൾ ചെയ്തു. ആയിരത്തി 1992 തോന്നുന്നു. അതെ 92 ഡിസംബർ 5-ന് 1992 ഡിസംബർ 5-ന് ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് പോകുന്ന വഴിക്കാണ് ആലപ്പുഴയില് ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മോനിഷയും അമ്മയും സഞ്ചരിക്കുകയായിരുന്ന കാറ് അപകടത്തിൽപ്പെടുന്നത്. ചേർത്തലയിൽ നിന്ന് മുഹമ്മയ്ക്ക് പോവുകയായിരുന്ന KSRTC ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുകയും തലച്ചോറിനുണ്ടായ പരിക്ക് മൂലം മോനിഷ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയുമായിരുന്നു. 25 സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ. അമ്മ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മൃതദേഹം ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സംസ്കരിച്ചു. അപ്പൊ ഈ 25 സിനിമകൾ കൊണ്ട് തന്നെ നമ്മള് അക്കാലം മുതൽ ഇക്കാലം വരെയും ഓർത്തിരിക്കത്തക്ക രീതിയിലുള്ള ഒരു നടന ചൈതന്യം അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരുടെ അഭിനയ ജീവിതത്തിന്റെ പ്രത്യേകത. എന്തായാലും ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് മനസ്സില് ഒരു മലയാളിയുടെ, ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയി രാവിലെ ആകാശത്ത് എന്താ പറയുക, ഒരു കുഞ്ഞു നക്ഷത്രമായിട്ട് മനുഷ്യ ഇന്നുമുണ്ട്.